7 പതിറ്റാണ്ടോളം ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറുന്നതോടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മാണ രീതിയിലുള്ള നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഭാരതത്തിന്റെ 5000 വർഷത്തെ നാഗരികത പ്രകടമാക്കുന്ന മ്യൂസിയമാക്കി മാറ്റാനാണ് പദ്ധതി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ പ്രധാനമന്ത്രിമാരും ഉപയോഗിച്ചു വന്ന ഓഫീസ് മന്ദിരങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഈ റെയ്സിന കുന്നിൽ നിന്നും പ്രധാനമന്ത്രിമാരുടെ ഓഫീസ് മന്ദിരങ്ങൾ സേവാതീർത്ഥിലേക്ക് മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി സേവാതീർത്ഥിലാകും ഓഫീസിലിരുന്ന് രാജ്യത്തെ നിയന്ത്രിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ നോർത്ത് സൗത്ത് മന്ദിരങ്ങൾ ഇനി മ്യൂസിയങ്ങളായി മാറും. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ലൂട്ടിയൻസ് ഡൽഹി എന്നറിയപ്പെടുന്ന ഹെറിറ്റേജ് കെട്ടിടങ്ങളാണ് രാഷ്ട്രപതി ഭവന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ. പ്രതിരോധ വിദേശ മന്ത്രാലയങ്ങൾ ഇപ്പോൾ സൗത്ത് ബ്ലോക്കിലാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ഈ ഓഫീസുകളെല്ലാം കർത്തവ്യ പദ്ധതിയിലേക്ക് മാറും. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിലെ മീറ്റിംഗ് റൂമുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതുമാണ്. ക്യാബിനറ്റ് മീറ്റിംഗുകൾക്കായി പ്രത്യേക മുറി, ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഓപ്പൺ ഫ്ലോർ മോഡൽ ഓഫീസ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ സമയത്ത് എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുതിയ ഓഫീസ് സമുച്ചയം ഇനി മുതൽ സേവാതീർത്ത് ആയിരിക്കും. സേവാതീർത്ത് എന്നാൽ സേവനത്തിനുള്ള പുണ്യസ്ഥലം. സേവാതീർത്ത് 1 പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സേവാതീർത്ത് 2 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് 3 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായി ഇവിടെ മാറും. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ, 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.